ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ചില ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ ദൈവവചന പഠനവുമായിട്ട് നമ്മൾ അടുത്തു വരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉപദേശ സത്യങ്ങളാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചു വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും തൻ്റെ മനുഷ്യത്വവും തുടങ്ങി നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം ചിന്തിക്കുവാൻ ഇടയായി. തുടർന്ന് നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും കന്യകാ ജനനവും എന്നുള്ള അതിപ്രധാനമായ ഒരു വിഷയമാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരം, കന്യകാ ജനനം. കാരണം സാക്ഷാൽ ദൈവമായവൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു പ്രക്രിയയാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ആ മനുഷ്യാവതാരത്തിനായിട്ട് ഉപയോഗിച്ച ഒരു മാർഗമാണ് കന്യകാ ജനനം എന്നുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുതകളെ നമുക്ക് ചില ക്ലാസ്സുകളിലൂടെ ഒന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് അത് ഒരു മഹാ അത്ഭുതമാണ്. ഇതുവരെയും നടക്കാത്തതും ഇനി അങ്ങോട്ട് നടക്കുവാൻ കഴിയാത്തതുമായ അത്ഭുതകരമാകുന്ന ഒരു ജനനമാണ് സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റേത്. ആ ജനനത്തെക്കുറിച്ചുള്ള വ്യക്തത ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഈ മനുഷ്യാവതാരം, കന്യകാജനനം എന്നുള്ളതായ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒരു ആമുഖം നമുക്കൊന്ന് ശ്രദ്ധിക്കുവാനായിട്ടിടയാകട്ടെ. അതുപോലെ തന്നെ എന്താണ് ജഡാവതാരം, ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിലുള്ള ആശയം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജഡാവതാരത്തോട് ബന്ധപ്പെട്ട ഒരാമുഖമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തോടുള്ള ബന്ധത്തിലാണ് കന്യകാ ജനനത്തിൻ്റെ പ്രസക്തി. കാരണം യേശുക്രിസ്തു ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ലായിരുന്നു എങ്കിൽ കന്യകാജനനത്തിൻ്റെ പ്രസക്തി ഉദിക്കുന്നില്ല. കന്യകാജനനത്തിൻ്റെ ആവശ്യകത അവിടെ ഉയരുന്നില്ല. എന്നാൽ കന്യകാജനനത്തിൻ്റെ ആവശ്യകത ഉയരുന്നത് തൻ്റെ ജഡാവതാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ്. ലോകത്തിൽ ധാരാളം അവതാരങ്ങളുണ്ട് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഓരോ മതങ്ങളും ഓരോ അവതാരങ്ങളെ വ്യത്യസ്ത രീതികളിൽ പരിചയപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ തന്നെ പ്രവാചക ശബ്ദങ്ങളിൽ മുഴങ്ങിയതും അതുപോലെ കാലത്തിൻ്റെ സമ്പൂർണതയിങ്കൽ വ്യക്തമായ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി കന്യകയിലൂടെ ജഡത്തിൽ അവതരിച്ചവനാണ് സാക്ഷാൽ മശിഹയായ യേശു ക്രിസ്തു എന്ന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ തൻ്റെ ജനനത്തിൻ്റെ പിന്നിൽ വ്യക്തമാർന്ന ലക്ഷ്യമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുന്നമേ തന്നെ പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ഒരു മശിഹ ജനിക്കാനായിട്ട് പോകുന്നു എന്നുള്ളത്. ഇതുപോലെയുള്ള ഒരവതാരം മറ്റ് ഒരു മതത്തിലും
നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. പല നിലകളിലുള്ള കഥകളോ ഐതിഹ്യങ്ങളോ ഒക്കെ ആയിട്ട് പലരും പറയുന്നതല്ലാതെ വ്യക്തമായ ചരിത്ര തെളിവുകളോ വ്യക്തമാർന്ന ആധികാരിക രേഖകളോ മറ്റ് അവതാരങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടുള്ള ബന്ധത്തിൽ വ്യക്തമാർന്ന തെളിവ് തിരുവചനത്തിലൂടെ ലഭിക്കുന്നതോടൊപ്പം തന്നെ ചരിത്രം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സാക്ഷാൽ ദൈവപുത്രനിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. സാക്ഷാൽ ദൈവപുത്രനെ അനുസരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുവാൻ യോഗ്യവും അംഗീകരിക്കുവാൻ ശ്രേഷ്ഠവുമാണ് സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം എന്നുള്ളത്. അവതാരം എന്ന പദം വേദപുസ്തകത്തിൽ നിഴലിച്ച് കാണുകയാണ്. ജഡ അവതാരം, ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതായ ഒരു ആശയം തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അവതാരം എന്ന പദം ലാറ്റിൻ പദമായ ഇൻകാർണേഷൻ എന്നാണ് അവതാരം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പദം. ആ പദം കടന്നു വന്നത് ലാറ്റിൻ പദമായ ഇൻകാർണാറ്റിയോ എന്ന ഒരു പദത്തിൽ നിന്നുമാണ്. ആ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജഡത്തിൽ അഥവാ ജഡം ധരിക്കുക എന്നാകും. നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വസ്ത്രം നാം ആകുന്ന വ്യക്തിയിൽ നാം എന്ത് ചെയ്യുകയാണ്? ധരിക്കുകയാണ്. അതുപോലെ സാക്ഷാൽ ദൈവമായവൻ അത് ജഡം എന്ന് പറയുന്ന വസ്ത്രത്തിന് നമ്മൾ വസ്ത്രവുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ ഈ ജഡം, ഈ സാക്ഷാൽ ദൈവം എന്ത് ചെയ്യുകയാണ്? ധരിക്കുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയാണ് ഇൻകാർണാറ്റിയോ അഥവാ ഇൻകാർണേഷൻ അഥവാ അവതാരം, ജഡാവതാരം എന്ന പദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവപുത്രൻ മനുഷ്യ സാദൃശ്യത്തിൽ ആയിത്തീരുന്ന ഒരു പ്രക്രിയയാണ് ജഡാവതാരത്തിലൂടെ സംഭവിക്കപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സാക്ഷാൽ വചനം, സാക്ഷാൽ ദൈവം ജഡം ആയി തീർന്നു, ജഡമായി തീരുന്ന ആ പ്രക്രിയയ്ക്കാണ് ജഡാവതാരം എന്നുള്ളതായ നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അനേക പുതിയ നിയമ ഭാഗങ്ങൾ ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ പരാമർശിക്കുന്നുണ്ട്. ധാരാളം വേദഭാഗങ്ങൾ. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, 2 യോഹന്നാൻ 7-ാമത്തെ വാക്യം, 1 പത്രോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, 1 പത്രോസിൻ്റെ ലേഖനം തന്നെ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, എഫേസ്യർ 2-ന്റെ 14, കൊലോസ്യർ 1-ന്റെ 22 തുടങ്ങിയ വേദഭാഗങ്ങൾ. സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ ആ വേദഭാഗങ്ങളെല്ലാം ഇവിടെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സാവകാശം നിങ്ങൾ ആ വേദഭാഗം വായിക്കുക, ധ്യാനിക്കുക. അതിലെല്ലാം ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജഡാവതാരവുമായിട്ട് ബന്ധപ്പെട്ടതായ സംഗതികളാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ
ജഡാവതാരവുമായിട്ട് ബന്ധപ്പെട്ട് ചില സത്യങ്ങൾ നാം ഗ്രഹിക്കുവാനായിട്ടിടയായി. ഇനി എന്താണ് ഈ ജഡാവതാരം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. നിത്യനായ ദൈവപുത്രൻ തന്നിലേക്ക് മനുഷ്യത്വം എന്ന സ്വഭാവം, ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിത്യനായ ദൈവപുത്രൻ തന്നിലേക്ക് മനുഷ്യത്വം എന്ന സ്വഭാവം കന്യകാജനനം എന്ന പ്രക്രിയയിൽ കൂടി സ്വീകരിക്കുന്നതും അതേ തുടർന്ന് താൻ ഇരുഘടകമുള്ള വ്യക്തിത്വമായി എന്നേക്കും നിലകൊള്ളുന്നു. ഇതാണ് ജഡാവതാരത്തിനൊരു നിർവചനമായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിത്യനായ ദൈവപുത്രൻ തന്നിലേക്ക് മനുഷ്യത്വം എന്ന സ്വഭാവം കന്യകാജനനം എന്ന പ്രക്രിയയിൽ കൂടി സ്വീകരിക്കുന്നതും അതേ തുടർന്ന് താൻ ഇരുഘടകമുള്ള വ്യക്തിത്വമായി എന്നേക്കും നിലകൊള്ളുന്നു. ഈ ഇരുഘടകമുള്ള വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്നത് കളങ്കമില്ലാത്ത ദൈവത്വവും പാപമില്ലാത്ത മനുഷ്യത്വവുമാണ്. ഇരുഘടകമുള്ള വ്യക്തിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? കളങ്കമില്ലാത്ത ദൈവത്വവും പാപമില്ലാത്ത മനുഷ്യത്വം. ഈ രണ്ട് ഘടകങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ സമ്മേളിച്ചിരിക്കുകയാണ്. താൻ ഒരേ സമയം ദൈവമായിരിക്കുമ്പോൾ തന്നെ ഒരേ സമയം ദൈവവുമാണ്, അപ്പോൾ തന്നെ താൻ മനുഷ്യനുമാണ് എന്നുള്ളതായ വസ്തുത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിലുള്ള ആശയം എന്താണ് എന്നും കൂടെ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ ഇടയാകട്ടെ. ഒരേ സമയം തന്നെ, അതായത് ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിലുള്ള ഒരാശയമാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ഒരേ സമയം തന്നെ ദൈവവും മനുഷ്യനുമായി ക്രിസ്തു കാണപ്പെടുകയാണ്. മനുഷ്യർക്കാർക്കും ഇല്ലാത്തതായ ഒരു സവിശേഷതയാണത്. നമ്മളാരും ദൈവമല്ല, എന്നാൽ നമ്മൾ മനുഷ്യരാണ്. നമുക്കൊരൊറ്റ ഘടകമേ ഉള്ളൂ, അത് മനുഷ്യത്വം എന്ന് പറയുന്ന ഘടകം മാത്രമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു താൻ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ താൻ ദൈവവുമായിരുന്നു എന്നുള്ളതാണ് തന്നെ വ്യത്യസ്തനാക്കുന്നതായ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ ദൈവവും മനുഷ്യനുമായി ക്രിസ്തു കാണപ്പെടുന്നു എന്നുള്ളത് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, റോമാലേഖനം 1-2 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ, ഗലാത്യലേഖനം 4-4-5 വാക്യങ്ങൾ, 1 യോഹന്നാൻ 1-1 മുതൽ 3 വരെയുള്ള ഈ വാക്യങ്ങളിലെല്ലാം തൻ്റെ ദൈവത്വവും തൻ്റെ മനുഷ്യത്വവും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുകയാണ്. ഇത് രണ്ടും രണ്ട് നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരനുഭവമായിട്ടല്ല, ഒരേ നിലയിൽ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിലുള്ള മറ്റൊരു ആശയം എന്ന് പറയുന്നത് ദൈവപുത്രൻ്റെ യഥാർത്ഥ മഹത്വം മാറ്റിവെച്ച് ഭൂമിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ദൈവമായിട്ട് സാക്ഷാൽ ദൈവത്തിൻ്റെ മഹത്വത്തോടെ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് കഴിയത്തില്ല. ആ മഹത്വം താൻ എന്ത് ചെയ്യുകയാണ്? ഒന്ന് മാറ്റിവെച്ചിട്ട് താൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. കാരണം
നമുക്കറിയാം ശരിയായ ആ ഒറിജിനൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് പ്രകാശിക്കുമ്പോൾ അവിടെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ്. മോശയുടെ അനുഭവങ്ങളെല്ലാം മുൾപ്പടർപ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവത്തിൻ്റെ മഹത്വത്തെ മാറ്റിവെച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5, 6 ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ആ ഒരു സത്യമാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, തൻ്റെ ദൈവത്വമല്ല താൻ മാറ്റിവെച്ചത്, മറിച്ച് മഹത്വമാണ്. തൻ്റെ ദൈവത്വത്തിന് ഒരു കുഴപ്പവുമില്ല. താൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ താൻ ദൈവം അല്ലാതാകുന്നില്ല. തൻ്റെ ദൈവത്വം ഉപേക്ഷിച്ചിട്ടോ തൻ്റെ ദൈവത്വം മാറ്റിവെച്ചിട്ടോ അല്ല താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, മറിച്ച് തൻ്റെ മഹത്വമാണ് താൻ മാറ്റിവെച്ചത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഒരിക്കലും ദൈവമല്ലാതാകുന്നില്ല താൻ. ഒരു നിമിഷം പോലും യേശുക്രിസ്തു ദൈവമല്ലാതാകുന്നില്ല. എന്നാൽ അതെ, താൻ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത് ദൈവം ആയിരിക്കുമ്പോൾ തനിക്ക് ഉണ്ടാകേണ്ട, ദൈവം എന്ന നിലയിൽ തനിക്ക് അവകാശപ്പെട്ടതായ, താൻ അനുഭവിക്കുന്നതായ ആ മഹത്വത്തെ താൻ മാറ്റിവെച്ച് താൻ വേഷത്തിൽ മനുഷ്യനാകുവാൻ ഇടയായി എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പല വാക്യങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ, ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2-ന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊക്കെ ഇതിനെ സാധൂകരിക്കുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് നാൾ മുമ്പ് പത്രത്തിലും ടി വിയിലുമൊക്കെ ഒരു വാർത്ത വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. ആ സമയത്ത് ഞാനത് ഓർത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പണ്ട് എറണാകുളം ജില്ലയ്ക്കൊരു കളക്ടർ ഉണ്ടായിരുന്നു. രാജമാണിക്യം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ദിവസം പത്രമെടുത്തു നോക്കിയപ്പോൾ ഈ രാജമാണിക്യം എന്ന എറണാകുളം ജില്ലാ കളക്ടർ എറണാകുളം ജില്ലയിലുള്ള കുളങ്ങളും തോടുകളുമൊക്കെ നന്നാക്കുവാനായിട്ട് ആ പണിക്കാരുടെ കൂടെ ഈ കളക്ടറും ഇറങ്ങി ചെളി വാരുന്ന ഒരു ഫോട്ടോ കാണുവാനായിട്ടിടയായി, വാർത്ത കാണുവാനായിട്ട് ഇടയായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ആ കുളത്തിൽ ഇറങ്ങി ചെളി വാരി കളയുന്നതായ ആ സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, കളക്ടർ എന്ന പദവി, ആ പദവിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ആ പദവിക്ക് ഉതകുന്നതായ ഔദ്യോഗിക ബഹുമതികളും ഔദ്യോഗികമായ ഒരു അംഗീകാരവും എല്ലാം ലഭ്യമാകുന്ന ഒരു വ്യക്തി. എന്നാൽ ഒരു വേള നിമിഷങ്ങളിലേക്ക്, അല്പസമയത്തേക്ക് താൻ ആ പദവി, അല്ലെങ്കിൽ ആ പദവിയുടെ സ്റ്റാറ്റസ്, ആ പദവിയുടെ മഹത്വം എന്ത് ചെയ്യുകയാണ്? താൻ മാറ്റിവെച്ചിട്ട് ഒരു കൈലിയൊക്കെ എടുത്ത് ഒരു പണിക്കാരനെ പോലെ താൻ എന്ത് ചെയ്യുകയാണ്? താൻ ആ ചെളി വാരി വൃത്തിയാക്കുന്നതായ ഒരു പരിപാടിയിൽ താൻ ഏർപ്പെടുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് താൻ ആരല്ലാതാകുന്നില്ല, കളക്ടർ അല്ലാതാകുന്നില്ല. എന്നാൽ ആ ചെളിയിൽ നിൽക്കുമ്പോൾ തനിക്ക് താൻ കളക്ടർ തന്നെയാണെങ്കിൽ പോലും അത് ഒരു വേള തൻ്റെ ആ കളക്ടർ എന്നുള്ളതായ ആ മഹത്വത്തെ തനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു AC കാറിൽ ഇരുന്നു കൊണ്ട് ഓർഡർ കൊടുത്താൽ മതി, ഇങ്ങനെ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന ഓർഡർ കൊടുത്താൽ മതി. പക്ഷേ അതിനപ്പുറത്തായിട്ട് ആ AC കാറിലിരുന്ന് ഓർഡർ കൊടുക്കേണ്ടുന്ന വ്യക്തി കൊടുത്താൽ മതി എന്നിരിക്കെ ആ മഹത്വത്തിൽ നിന്ന്
താൻ എന്ത് ചെയ്യുകയാണ്? അതങ്ങ് മാറ്റിവെച്ചിട്ട് ഒരു സാധാരണ വ്യക്തിയായി ആ കുളത്തിലേക്ക്, ആ ചെളിയിലേക്ക് ഇറങ്ങി വന്ന് അവരോടുകൂടെ ആ ഉദ്യമത്തിൽ താൻ പങ്കുചേരുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന് സ്വർഗത്തിലിരുന്ന് ഓർഡർ ഇട്ടാൽ മതി. എന്നാൽ ആ മഹത്വം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് പാപം നിറഞ്ഞ പാപപങ്കിലമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പുനരുദ്ധരിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ജഡാവതാരം, മനുഷ്യാവതാരം, കന്യകാജനനം, ഇത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രസക്തി ആർജിക്കുന്നതായ ഒരു ചിന്താശകലമാണ്. കാരണം സാക്ഷാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ, ഞാൻ, നാം ഓരോരുത്തരും ഇന്നും പാപങ്ങളിൽ കിടന്നേനെ, പാപങ്ങളിൽ തുടർന്നേനെ. നമ്മുടെ ഭാവി എത്രയോ വിനാശകരമായി തീർന്നേനെ എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ഈ മനുഷ്യാവതാരത്തിലൂടെ, കന്യകാജനനത്തിലൂടെ സാക്ഷാൽ രക്ഷകൻ ഈ ഭൂമിയിൽ പിറക്കുകയും നമ്മളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ടുള്ള വീണ്ടെടുപ്പ് സാക്ഷാൽ ദൈവപുത്രനിലൂടെ സാധ്യമായി തീരുകയും ചെയ്ത ആ മഹാത്ഭുതം ഏറ്റുവാങ്ങിയ ദൈവമക്കളാണ് നാം ഓരോരുത്തരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയത്തിൻ്റെ ബാക്കിയുള്ളതായ ചിന്താശകലങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം.